ഖുശാംദീദ് ബച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും വൃത്തിയായി ചെയ്തു അല്ലേ? ആ ദുആ നമ്മൾ ക്ലാസ്സിലൊക്കെ ചൊല്ലുന്നുണ്ടോ? കുറേ പേരൊക്കെ ചൊല്ലുന്നുണ്ടാവും അല്ലേ? നമ്മുടെ സ്കൂൾ അസംബ്ലിയിലും നമ്മൾ ഉറുദു അസംബ്ലി നടത്തുന്ന സമയത്തൊക്കെ ചൊല്ലാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനാ ഗീതമായിരുന്നു അത് അല്ലേ? അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പാഠഭാഗത്തിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ? നോക്കാം. നമ്മുടെ സബക്ക് ദോ എന്താണെന്ന് നോക്കാം അല്ലേ? ആദ്യം ഇതിലെ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. എന്തൊക്കെയാണ് കാണുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നോക്കൂ. ഇസ് തസ്വീർ മേ ആപ് ക്യാ ദേഖ്തേ ഹേ? എന്താ കാണുന്നേ? ഇതാരാ? ടീച്ചർ ഹേ. യേ ടീച്ചർ ഹേ. ടീച്ചർ കെ ഹാത്ത് മേ ക്യാ ഹേ? ടീച്ചർ കെ ഹാത്ത് മേ കിതാബ് ഹേ അല്ലേ? ടീച്ചർ ക്യാ കർത്തേ ഹേ? ടീച്ചർ ക്ലാസ് മേ ആത്തേ ഹേ അല്ലേ? ക്ലാസ്സിലേക്ക് വരികയാണ് നമ്മുടെ ടീച്ചർ. പിന്നെയോ ഇവിടെ എന്താ? ബച്ചേ ഹേ. ക്ലാസ് മേ ബച്ചേ ബൈഠത്തെ ഹേ. കുട്ടികളുടെയൊക്കെ മുന്നിൽ എന്താ ഉള്ളത്? കമ്പ്യൂട്ടറാണല്ലേ. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേനയും പുസ്തകവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് കമ്പ്യൂട്ടർ ലാബായി തോന്നുന്നില്ല അല്ലേ? കാരണം അസംബ്ലി കഴിഞ്ഞപ്പോൾ ഒരു ക്ലാസ് മുറിയിലായിരിക്കുമല്ലേ, നമ്മളെ ക്ലാസ് ടീച്ചർ ആയിരിക്കുമല്ലോ വരിക. നമുക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇത് ഇപ്പോഴത്തെ എന്താ പറയുക, ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെയുള്ള നല്ലൊരു ക്ലാസ് റൂമാണ് അല്ലേ? ഭാവിയിൽ നമ്മളും ഇതുപോലെയൊക്കെ പഠിക്കുമായിരിക്കും അല്ലേ? പുസ്തകങ്ങളും ബാഗുകളൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ ഒരു ലാപ്ടോപ്പും അല്ലെങ്കിൽ ടാബോ ഒക്കെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന കാലം നമുക്കും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത പിക്ചറിൽ എന്താ കാണുന്നത്? അടുത്ത പിക്ചർ, എല്ലാ പിക്ചറും നമുക്ക് നോക്കാം അല്ലേ? ഇതെന്താ ഇവിടെ കാണുന്നത്? ഒരു പൗധ, ഒരു ചെടി ഉണ്ട് അല്ലേ? ആരുടെയോ കയ്യിൽ, ഒരു ലടുക്കിയുടെ ഹാത്തിൽ അല്ലേ? എക് ലടുക്കിക്ക് ഹാത്ത് മേ എക് പൗധ ഹേ അല്ലേ? ഒരു ചെടിയുണ്ട്. പിന്നെയോ അവരുടെ ചുറ്റും അവരുടെ കൂട്ടുകാർ, ദോസ്തോം ബി ഹേ. ടീച്ചറും ഉണ്ട് അല്ലേ? ടീച്ചർ അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, എന്തിനായിരിക്കും ഈ കുട്ടി ഈ സ്കൂളിലേക്ക് പൗധ കൊണ്ടുവന്നിട്ടുണ്ടാവുക? ചിലപ്പോൾ അവിടുത്തെ അടുക്കളത്തോട്ടത്തിലേക്ക് വെക്കാനായിരിക്കും. പിന്നെയോ അവിടെ ഒരു ഉദ്യാനം ഒരുക്കാനായിരിക്കും അല്ലേ? ചിലപ്പോൾ നമ്മൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സ്കൂളുകളൊക്കെ ഒരുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിക്കാറുണ്ട്. ചിലപ്പോൾ അതിനായിരിക്കും. പിന്നെ എന്തിനായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക? ജന്മദിനമായിരിക്കാം. ആരാണ് ആ മറുപടി പറഞ്ഞത്? ജന്മദിനമായിരിക്കും എന്നുള്ളത് ഒരു വളരെ നല്ല ഉത്തരമാണ് അല്ലേ? കാരണം എന്താ, നമ്മുടെ സ്കൂളുകളിലും ജന്മദിനത്തിന് ചെടികളൊക്കെ കൊണ്ടുവരാറുണ്ട് അല്ലേ? ചെടികളല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ജന്മദിനത്തിന് കൊണ്ടുപോകാറുണ്ട്? മിഠായി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെന്തൊക്കെ ചെയ്യാറുണ്ട്? പുസ്തകം കൊടുക്കാറുണ്ട്. നല്ല നല്ല കാര്യങ്ങളാണല്ലേ നമ്മൾ ചെയ്യാം. പച്ചക്കറി കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെയോ പായസം വെക്കാനുള്ള പഞ്ചസാരയും പാലോ ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പം അതൊക്കെ നല്ല കാര്യങ്ങളാണ് അല്ലേ? നല്ല കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം നമ്മൾ ഈ കുട്ടി എന്തിനാണ് ഈ പൗധ കൊണ്ടുപോയിരിക്കുന്നത് നോക്കാലോ. അടുത്ത പിക്ചർ നോക്കൂ. അടുത്ത പിക്ചറിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ആ കുട്ടി ഇവിടെ ചെടി നടുന്ന ഒരു പിക്ചറൊക്കെ കാണുന്നുണ്ട് അല്ലേ? കുട്ടികളും അവളുടെ കൂട്ടുകാരും ഈ കുട്ടിയും ചേർന്നിട്ട് ആ പൗധ അവിടെ നടുന്നു. നമ്മുടെ ടീച്ചർ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതൊക്കെയുള്ള ചിത്രമാണ് അല്ലേ? അപ്പം നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇനിയിപ്പോൾ എന്തിനാണ് ഈ കുട്ടി ചെടി കൊണ്ടുവന്നത്? ടീച്ചർ പറഞ്ഞിട്ടാണോ? അല്ല അടുക്കളത്തോട്ടത്തിന് വേണ്ടിയാണോ? അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ പൂന്തോട്ടത്തിനാണോ? അതല്ല അവളുടെ ബർത്ത്ഡേ ആണോ? എന്തൊക്കെയാണെന്ന് നമുക്ക് പാഠഭാഗത്ത് നോക്കാം അല്ലേ? പാഠഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നോക്കൂ. അസംബ്ലി ഖത്തം ഹുവ. അസംബ്ലി ഖത്തം ഹുവ എന്താ അർത്ഥം? അസംബ്ലി അവസാനിച്ചു. ടീച്ചർ ക്ലാസ് മേ ആയേ. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. റൂബി കെ ഹാത്ത് മേ എക് പൗധ ഹേ. റൂബിയുടെ കയ്യിൽ എന്തുണ്ട്? എക് പൗധ, ഒരു ചെടിയുണ്ട്. അപ്പോൾ ആ ചെടി പിടിച്ച് നിന്ന കുട്ടിയുടെ പേരെന്താ?
റൂബിയാണ് അല്ലേ നമ്മുടെ അസംബ്ലിയിൽ എത്താനായിട്ട് വേഗം വേഗം വന്ന ആ കുട്ടിയായിരുന്നു അത്. അവളുടെ കയ്യിലായിരുന്നു എന്തുണ്ടായിരുന്നത്? പൗത ഉണ്ടായിരുന്നത്. ശരി. വോ പൗത ലേക്കർ ടീച്ചർ കെ പാസ് ആയി. അവൾ എന്ത് ചെയ്തു? ആ പൗതയുമായിട്ട് ടീച്ചറുടെ അടുത്തേക്ക് വന്നു. നോക്കാം അല്ലേ ഇനി എന്താണെന്ന്. ഇവിടെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താ കൊടുത്തിരിക്കുന്നത്? മുബാറക് ഹോ എന്നാണ്. മുബാറക് ഹോ എന്ന് പറഞ്ഞാൽ എന്താ? ആശംസകൾ അല്ലേ? അപ്പോൾ എന്തിനായിരിക്കും ആശംസകൾ കൊടുത്തിട്ടുണ്ടാവുക? അത് തന്നെ ആയിരിക്കും അല്ലേ, അവളുടെ ജന്മദിനം തന്നെ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ ടീച്ചർ അല്ലെങ്കിൽ ഈ നമ്മുടെ പാഠഭാഗത്തിന് ആശംസകൾ എന്നുള്ള ആ ഒരു പേര് വരില്ലല്ലോ. നോക്കാം അല്ലേ നമുക്ക്. നോക്കൂ, നമ്മുടെ റൂബിയും ടീച്ചറും തമ്മിലുള്ള ഒരു ഗുഫ്തഗുവാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. റൂബി ആദാബ് ടീച്ചർ. टीचर आदाब, आपके हाथ में क्या है? रूबी ये एक पौधा है। टीचर ये कौन सा पौधा है? रूबी ये अमरूद का पौधा है। टीचर आप इसका क्या करेंगी? रूबी आज मेरा जन्मदिन है, मैं उसे स्कूल के बाग में लगाऊंगी। टीचर शाबाश, जन्मदिन मुबारक हो। रूबी शुक्रिया ടീച്ചർ. ഈ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? എന്തെങ്കിലും മനസ്സിലായോ? ആ, ജന്മദിനമാണെന്ന് മനസ്സിലായി അല്ലേ? ആ, നമ്മുടെ റൂബിയുടെ ജന്മദിനമാണ്. അപ്പോൾ അതിനാണ് അവൾ എന്ത് കൊണ്ടുപോയിരിക്കുന്നത്? ആ, ചെടി അല്ലെങ്കിൽ പൗത കൊണ്ടുപോയത് സ്കൂളിലേക്ക് അല്ലേ? അപ്പോൾ ആ കാര്യം അവൾ ടീച്ചറുമായിട്ട് പറയുന്നു. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ജന്മദിന ആശംസകളൊക്കെ നേരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ നോക്കാം ഒന്നുകൂടെ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലേ? നോക്കൂ, റൂബി പറയാണ് ആദാബ് ടീച്ചർ അല്ലേ? ടീച്ചറോട് ആദാബ് പറയുന്നു. അപ്പോൾ ടീച്ചർ പറയാണ് ആദാബ് ആപ്കെ ഹാത്ത് മേ ക്യാ ഹേ അല്ലേ? എന്താ ചോദിച്ചത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആപ്കെ ഹാത്ത് മേ ക്യാ ഹേ എന്നുള്ളതൊക്കെ പഠിച്ചിട്ടില്ലേ? ഇതിന് മുന്നേ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ നൂരിയുടെ ഹാത്തിൽ മിഠായി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നൂരിക്ക് ഹാത്ത് മേ മിഠായി ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ വാക്കൊക്കെ കഴിഞ്ഞ ലെസണല്ല കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, ടീച്ചർ എന്താ ചോദിക്കുന്നത്? ആദാബ് ആപ്കെ ഹാത്ത് മേ ക്യാ ഹേ, നിൻ്റെ കയ്യിൽ എന്താണ്? അപ്പോൾ റൂബി പറയാണ് ഏക്ക് പൗദാ ഹേ, ഇതൊരു പൗതയാണ്, ഇതൊരു ചെടിയാണ്. അപ്പോൾ ടീച്ചർ പറയുന്നു ഈ കോൺസാ പൗദാ ഹേ, ഇത് ഏത് ചെടിയാണ്? അപ്പോൾ റൂബി വീണ്ടും പറയാണ് ഈ അമരൂദ് കാ പൗദാ ഹേ, ഇതെന്തിൻ്റെ ചെടിയാണ്? ഇത് പേരക്കയുടെ ചെടി അഥവാ കൊയ്യാക്ക എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ചെടിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഗുവ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ കേട്ടോ. അപ്പോൾ ടീച്ചർ പറയാണ് ആപ്പ് ഇസ്കാ ക്യാ കരേങ്കി, എന്നുവെച്ചാൽ എന്താ ചോദിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ റൂബി പറയാണ് ആജ് മേരാ ജന്മദിൻ ഹേ, ഇന്നെൻ്റെ ജന്മദിനമാണ്. മേസെ സ്കൂൾ കെ ബാഗ് മേ ലഗാവുങ്കി, ഞാൻ എന്ത് ചെയ്യും? ഞാനിതിനെ സ്കൂളിലെ തോട്ടത്തിൽ നടാം എന്നാണ് പറയുന്നത്. നടും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചർ പറയാണ് ഷബാഷ് അല്ലേ? ഷബാഷ് നമ്മൾ പറയാറുള്ളത് തന്നെ, ജന്മദിനാശംസകൾ. അപ്പോൾ റൂബി പറയുന്നു ശുക്രിയ ടീച്ചർ. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മളുടെ മുന്നിലേക്ക് ഒരു വലിയ ആശയം കൂടെ വരുന്നുണ്ട് അല്ലേ? സാധാരണയായിട്ട് നമ്മൾ മിഠായിയോ അല്ലേ, മിഠായിയൊക്കെ വാങ്ങി കൊണ്ടുപോകാറുണ്ട് അല്ലേ? ചോക്ലേറ്റ്, നമുക്കറിയാം പ്ലാസ്റ്റിക് നമ്മുടെ പ്രകൃതിക്ക് ഹാനികരമാണ് എന്നുള്ളത് അല്ലേ? അപ്പം നമ്മൾ ഈ മിഠായിയൊക്കെ വാങ്ങി കൊണ്ടുപോയിട്ട് സ്കൂളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ നമ്മൾ എന്ത് ചെയ്യാണ്? സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലേ? അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൈകോർക്കാം. ഇപ്പോൾ ചെടി കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അല്ലേ, അതൊരു വലിയ കാര്യമാണ്. ചെടി കൊടുക്കുക എന്നുള്ളതൊരു വലിയ കാര്യമല്ലേ? ഒരു തൈ കൊണ്ട് നടുക എന്നുള്ളത് അല്ലേ? നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്ന വായു വരെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതെ, ഈ ചെടികളിൽ നിന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്നു അല്ലേ?
ആ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ആ ഭൂമിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളായിരിക്കണം നമ്മൾ ആ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതൊരു നല്ല ദിവസമാണല്ലേ, നമ്മൾ അത്രയും കാലം ജീവിച്ചു എന്നുള്ളത്, ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷകരമായ വേളയിൽ നമ്മുടെ പ്രകൃതിയെ കൂടി നമ്മൾ സന്തോഷിപ്പിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമല്ലേ. അതല്ലാതെ നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോയി അവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് അല്ലേ, കുട്ടികളൊക്കെ അവിടെ കൊണ്ട് വലിച്ചെറിഞ്ഞ് അതിന് കത്തിക്കാൻ അങ്ങനെയൊന്നും അവസ്ഥ വരുത്താതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു നല്ല മാതൃകയായിട്ട് നമുക്കും പിന്തുടരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പൗത തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്കൊരു കിതാബ്, ഒരു പുസ്തകം വാങ്ങിക്കൊണ്ടുപോവാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയണ്ടായിരുന്നില്ലേ, പച്ചക്കറികൾ നമുക്ക് കൊണ്ടുപോകാം അല്ലേ. അത് നല്ല രസമല്ലേ, പിറന്നാൾ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ പിറന്നാൾ പായസം കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ മിഠായി കൊടുക്കുന്നത് തീരെ തെറ്റായ കാര്യമാണ് എന്നല്ല പറഞ്ഞത്. അതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം പ്രകൃതിയും സന്തോഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വൃത്തിയായി പാഠഭാഗം മനസ്സിലാക്കുക, ഇതിലെ വാക്കുകളുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കുക, ഒറ്റയ്ക്ക് വായിക്കുക ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. ഹുദാ ഹാഫിസ്.